നമസ്കാരം. പാർട്ടിക്കാർ പഠിച്ച പാഠം. ഇനി കണ്ണൂർ കമ്മ്യൂണിസ്റ്റും തെക്കൻ മാർക്സിസ്റ്റും. പാർട്ടി പഠിച്ചു തീരാത്ത പാഠം. പാർട്ടിയെ വഴിയാധാരമാക്കിയ സഖാക്കൾ. CPM കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായിയെയും ഗോവിന്ദനെയൊക്കെ എതിരായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. നേതൃത്വത്തിൻ്റെ ശൈലിയാണ് പിഴച്ചതെന്നും അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമൊക്കെ അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും നേതാക്കളുടെ ധാർഷ്ട്യമാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നുള്ള ഒരു പൊതുവികാരമൊക്കെ ഉയർന്നു. വെറുമൊരു സാധാരണ തിരുത്തൽ രേഖ കൊണ്ട് കാര്യമില്ല എന്നും സംഘടനയുടെ പ്രവർത്തന രീതിയിൽ ആഴത്തിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്നും മുതിർന്ന നേതാക്കൾ സമ്മതിക്കുകയും ചെയ്തു. പാഠം പഠിക്കാത്ത സഖാക്കൾ അല്ലെങ്കിൽ പാഠം പഠിക്കാത്ത നേതാക്കൾ പാർട്ടിയെ വഴിയാധാരമാക്കിയ സഖാക്കളാണെന്ന തിരിച്ചറിവ് ഒരു വിഭാഗത്തിനുണ്ടായിരിക്കുന്നു. അങ്ങനെ പഠിച്ച സഖാക്കൾ ഇനി കമ്മ്യൂണിസത്തെ നോക്കിക്കാണുക കണ്ണൂർ കമ്മ്യൂണിസ്റ്റും തെക്കൻ മാർക്സിസ്റ്റും എന്നായിരിക്കും. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു യാത്ര. CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ യാത്ര ദുർഘടമായ പാതയിലാണ്. രണ്ടായി പിളരാൻ സാധ്യതയുള്ളൊരു യാത്ര. കണ്ണൂരിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങ് തെക്കൻ കേരളത്തിലെ കുറച്ച് മാർക്സിസ്റ്റുകാരും ചേർന്നുള്ള രണ്ടാകുന്ന കാഴ്ച. അതിലേക്കുള്ള യാത്രയാണിത്. സത്യം പറയുമ്പോൾ അതിനെ തിരിച്ചറിയാൻ കഴിയാതായി പോകുന്ന നേതാക്കളുണ്ടെങ്കിൽ അതൊരു ഗതികേട് കൂടിയാണ്. മുന്നിൽ നിന്ന് നയിച്ച നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു. പ്രമുഖ നേതാക്കളുടെ വ്യക്തിഗത ശൈലി പാർട്ടിയുടെ പൊതു സ്വഭാവമായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ദീർഘകാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ബംഗാളിൽ പോലും നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കുറവില്ലായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും പരമ്പരാഗതമായി കൂടെ നിന്ന ജനവിഭാഗങ്ങളെയും അണികളെയും അകറ്റാൻ മാത്രമേ ഇത്തരം പെരുമാറ്റങ്ങൾ ഉപകരിച്ചുള്ളൂ എന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി യോഗം വലിയ വായിൽ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ രണ്ടാം ദിനത്തിലാണ് പാർട്ടി പ്രവർത്തനത്തിൽ വരുത്തേണ്ട കാതലായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള ചർച്ചകൾ നടന്നത്. നേതൃത്വത്തിൻ്റെ ശൈലിയാണ് പിഴച്ചതെന്നും അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമുള്ള പൊതുവികാരം യോഗത്തിൽ ഉയരുകയും ചെയ്തു. വെറുമൊരു സാധാരണ തിരുത്തൽ രേഖ കൊണ്ട് കാര്യമില്ലെന്നും സംഘടനയുടെ പ്രവർത്തന രീതിയിൽ ആഴത്തിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്നും മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായപ്പെടുകയും സമ്മതിക്കുകയും ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം, വോട്ടു ചോർച്ച, ഇതിൻ്റെയൊക്കെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിനാണ് എന്ന വികാരം യോഗത്തിൽ പ്രകടമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരുടെ നയങ്ങളോടും ശൈലിയോടും കേന്ദ്ര നേതാക്കളിൽ പലരും അതൃപ്തി പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന ന്യായമായിട്ടുള്ള പരാതികളെപ്പോലും പരിഹാസത്തോടെയാണ് നേതൃത്വം കണ്ടതെന്ന വിമർശനവും യോഗത്തിൽ ശക്തമായി. തോൽവിക്ക് ശേഷവും ആഴത്തിലുള്ള സ്വയം വിമർശനത്തിന് തയ്യാറാകാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷവുമുണ്ട്. പാർട്ടിയുടെ ഉറച്ച കോട്ടകളായിട്ടുള്ള തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലും അപ്രതീക്ഷിതമായുള്ള തിരിച്ചടി ഉണ്ടായത് കണ്ണൂരിലെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. ജനങ്ങളുമായും അണികളുമായും ബന്ധമില്ലാത്ത അടഞ്ഞ സംവിധാനമായി പാർട്ടി മാറരുതെന്നും എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയണമെന്നും കേന്ദ്ര കമ്മിറ്റി ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി ഓർമ്മിപ്പിച്ചു വെച്ചത്. നേതൃനിരയിലാണ് പ്രശ്നം, നേതാക്കന്മാരാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നേതാക്കന്മാരെ മാറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായെങ്കിലും തൽക്കാലം പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇതെന്തു തീരുമാനം? കനത്ത തോൽവിക്ക് പിന്നാലെ ധൃതി പിടിച്ചൊരു നേതൃമാറ്റം സംഘടനയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഭാവിയിൽ പിണറായിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും നേതൃത്വത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കുക എന്നും ഇതൊക്കെയാണ് പുതിയ നയമെന്ന് പറയുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പുലർത്തുന്ന രോഷാകുലമായിട്ടുള്ള ശൈലി മാറ്റണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരേ അഭിപ്രായമാണ്. ഡൽഹിയിലെ യോഗത്തിനിടയിലും മാധ്യമപ്രവർത്തകരോട് പിണറായി നടത്തിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഭരണപക്ഷത്തിന് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്ര നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും എന്തുകൊണ്ട് ഒരു വിരലനക്കി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഈ നേതാക്കൾക്ക് കഴിയില്ല. MA ബേബി എന്നല്ല, ഈ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ഒരു നേതാവിനും കഴിയില്ല പിണറായിക്കെതിരെ ഒരു വിരലനക്കാൻ. എന്തുകൊണ്ടോ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നതെന്ന് മാത്രം അറിയില്ല. ഇത്രത്തോളം തോറ്റു തുന്നം പാടിയിട്ടും കേന്ദ്ര നേതാക്കളടക്കം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അടക്കം ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും
സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവുകേടും സംസ്ഥാന സെക്രട്ടറിയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നയിച്ചവരുടെ കുറ്റമാണ് എന്ന് കണ്ടുപിടിച്ചിട്ടും സംസ്ഥാന സെക്രട്ടറിയെയും അന്നത്തെ മുൻ മുഖ്യമന്ത്രിയെയും ഒന്നും മാറ്റാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഈ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ കുഴിച്ചു മൂടുക എന്നതേ പറയേണ്ടതുള്ളൂ. വെറുതെ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് കേന്ദ്ര നേതാക്കൾ തന്നെ പറഞ്ഞിട്ടും വയ്ക്കേണ്ടത് ഇതുപോലെ തലമുതിർന്ന നേതാക്കളുടെ തലയാണ് എടുത്ത് മാറ്റേണ്ടതെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതെ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി ഇനി ഒരു നാളും ഒരിക്കലും CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ പോലും വാഴില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെ ഗതികെട്ട തോൽവി അനുഭവിച്ചിട്ടും അതിന് കാരണഭൂതന്മാരെ ഇന്നും വച്ചു പുലർത്തുന്ന ഒരു സംവിധാനം ഈ നേതൃത്വത്തിനുണ്ട് എങ്കിൽ ഈ പാർട്ടിയുടെ അവസാനത്തെ ശവക്കല്ലറയിലേക്കാണ് പോക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ MP ഗോവിന്ദനും പിണറായി വിജയനും ഇവർ രണ്ടുപേർ തന്നെ മാറ്റി നിർത്തിയാൽ മാത്രം മതി ഈ പാർട്ടിക്ക് ഒന്നുകൂടി ഒന്ന് സടകുടഞ്ഞെണീക്കാൻ. അതിനുള്ള അവസരം ഇവർ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര നേതാക്കളെ അടക്കം പടിയടച്ച് പിണ്ടമയ്ക്കണം. എന്നിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കണ്ണൂർ കമ്മ്യൂണിസ്റ്റായിട്ടും തെക്കൻ മാർക്സിസ്റ്റുമായിട്ടും ഈ പാർട്ടി മാറട്ടെ. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ, തൊഴിലാളി വർഗത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി വളരട്ടെ. നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ, അവരെല്ലാവരും ആ പാർട്ടി വിട്ട് കഴിഞ്ഞു. പലരും ഇന്ന് MLA-മാരാണ്. അത്തരത്തിലുള്ളവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാർക്സിസ്റ്റൻ ശൈലി കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകട്ടെ. ആ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറാനെങ്കിലും ഈ പ്രസ്ഥാനത്തിന്, ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് കഴിയണമെങ്കിൽ ഈ പറയുന്ന രണ്ട് നേതാക്കളെ മാറ്റി നിർത്തിയേ പറ്റൂ. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ പരസ്യ പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കടുത്ത നിരീക്ഷണത്തിലാണെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ത് നിരീക്ഷണം? എന്തിന് നിരീക്ഷിക്കണം? ഗോവിന്ദൻ്റെ വാക്കുകൾ കേട്ടാൽ മതി, ജനം പിന്നെ ഒരിക്കലും വോട്ട് ചെയ്യില്ല ഈ പാർട്ടിക്ക്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവുമൊക്കെ അദ്ദേഹം നടത്തിയ പല അപക്വമായിട്ടുള്ള പ്രസ്താവനകളും വോട്ടർമാരെ അകറ്റാൻ കാരണമായി എന്നുള്ള വിലയിരുത്തലുണ്ടാകുന്നു. വിലയിരുത്തിയിട്ടൊന്നും കാര്യമില്ല സഖാക്കളെ. ഇവരെയൊക്കെ പടിയടച്ച് പിണ്ടവെക്കാം. വീട്ടിലിരിക്കട്ടെ കുറച്ചു കാലം. വരുന്ന ദിവസങ്ങളിൽ ഗോവിന്ദൻ്റെ വാക്കും പ്രവൃത്തിയും കൃത്യമായി വിലയിരുത്തുവാനാണ് ഡൽഹിയുടെ നീക്കം. പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡൽഹിയിലെ ഈ സഖാക്കന്മാർ 10 പൈസ മുടക്കി എന്തായാലും ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തില്ല. കേരളത്തിൽ വന്ന ഈ സഖാക്കൾക്ക് ഒന്നും പറയാനും കഴിയില്ല. പിണറായി ഒന്ന് കണ്ണുരുട്ടിയാൽ മൂത്രമൊഴിക്കുന്ന MA ബേബിയെപ്പോലുള്ള സഖാക്കന്മാർ ഈ പാർട്ടിയെ ഇങ്ങനെ നയിക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല MP ഗോവിന്ദനും പിണറായി വിജയനും. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ വിശദീകരിക്കാനാകാതെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രതിരോധത്തിലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. വിജ്ഞാപിത വിഷയങ്ങളിൽ നിന്ന് മാറി സ്വന്തം ശൈലി ന്യായീകരിക്കുവാൻ സംസ്ഥാന നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും കേന്ദ്ര നേതാക്കൾ അതൊക്കെ തള്ളിക്കളഞ്ഞു. വരുന്ന മാസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ച് തോൽവിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പുനഃപരിശോധന നടത്താൻ കേന്ദ്ര നേതൃത്വം കടുപ്പത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി പേടിക്കണ്ട. കാരണം ഇനി ഓരോ മാസവും ഇങ്ങനെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പഠിച്ചു തീരുമ്പോൾ 5 വർഷം കഴിയും. അപ്പോൾ വീണ്ടും തോൽക്കാൻ വേണ്ടി പഠിക്കും. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട്. ഭരണക്ഷയം മുതലാക്കാൻ കഴിയാത്ത വിധം പ്രതിപക്ഷം എന്ന നിലയിൽ CPM ദുർബലമായതിലും യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഇങ്ങനെ ചില വാക്കുകളുണ്ട് ഈ പറയുന്ന പാർട്ടിക്ക്. ഉത്കണ്ഠയും പുനഃപരിശോധനയും താക്കീതുമൊക്കെ. കഷ്ടമാണ്. ഗതികെട്ട ഒരു വൃത്തികെട്ട പാർട്ടിയായി ഈ സംവിധാനം മാറുന്നല്ലോ എന്നതിനെക്കുറിച്ച് ഓർത്ത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകേണ്ടതിന് പകരം നേതാക്കളുടെ വ്യക്തിഗത വാശി കാരണം പാർട്ടി പ്രതിരോധത്തിലാകുന്നത് അനുവദിക്കാനാകില്ല എന്ന് പറയേണ്ടതല്ലേ? അടിത്തട്ടിലുള്ള തിരുത്തലുകളിലൂടെ മാത്രമേ CPM-ന് കേരളത്തിൽ തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന് കേന്ദ്ര നേതൃത്വം ഊന്നിപ്പറയുമ്പോഴും ഇവിടുത്തെ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടതല്ലേ? ജനങ്ങളെയും അനുഭാവികളെയും കൂടുതൽ അടുപ്പിച്ചു നിർത്താനുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്നതിനോടൊപ്പം ഇവിടുത്തെ നേതാക്കന്മാരുടെ തലവെട്ടി തുള്ളേണ്ടതല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നേതൃത്വം നടത്തിയ ഗതികെട്ട നാണംകെട്ട തോൽവിയിലേക്ക് നയിച്ച ഈ സംവിധാനത്തിന് നേതാക്കന്മാരും സഖാക്കളും ഉത്തരവാദികളാണെങ്കിൽ ആ നേതാക്കളെയും സഖാക്കളെയും വീട്ടിലിരുത്തുക. 80 വയസ്സായല്ലോ, പോയിരിക്കട്ടെ. അതുപോലെ ഈ പൊതുജനങ്ങളുള്ള പെരുമാറ്റത്തിലും വാർത്താ സമ്മേളനങ്ങളൊക്കെ സംയമനം പാലിക്കാൻ പിണറായി വിജയനോട് പ്രമുഖ കേന്ദ്ര നേതാക്കൾ നേരിട്ട് ആവശ്യപ്പെടുന്നു. വരുന്ന മാസങ്ങളിൽ CPM-ൽ സംഘടനാപരമായിട്ടുള്ള വലിയ തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഡൽഹിയിലെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗമെന്ന് സ്വയം പാടിപ്പുകഴ്ത്തുന്നു പാണന്മാരായിട്ടുള്ള MA ബേബിയുടെ കൂട്ടുകാരും ഈ കുട്ടി സഖാക്കളും. കഷ്ടമാണ്. പഠിക്കാത്ത പാർട്ടിയായി മാറുന്നു. എത്രയൊക്കെ തോൽവി, ഇത്രയും നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും അതിന് കാരണഭൂതന്മാരെ ഇന്നും ആ പാർട്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് അവരെ പ്രതിപക്ഷ നേതാവും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വാഴിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു നേതാവിനെ പോലും എടുത്തു കാണിക്കുവാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നാണക്കേട് തോന്നുന്നു. ഈ പറയുന്ന പോലെ
സഖാക്കൾ പഠിച്ച പാഠമെന്ന് പറയപ്പെടുന്ന ഇനി കണ്ണൂർ കമ്മ്യൂണിസ്റ്റും തെക്കൻ മാർക്സിസ്റ്റുമായി പിളരുക എന്നുള്ളതാണ്. ഇന്നും പാർട്ടി പഠിച്ചു തീരാത്ത പാഠമെന്ന് പറയപ്പെടുന്നത് ഈ പാർട്ടിയെ വഴിയാധാരമാക്കിയ സഖാക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല എന്നും അവന്മാരെ വീട്ടിലിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് ഈ പാർട്ടി ഇന്നും പഠിച്ചു തീരാത്ത പാഠം. 5 വർഷം കൊണ്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഈ തോൽവിയെക്കുറിച്ച് ഈ പാർട്ടി പഠിച്ചു തീരുമോ? അന്ന് പഠിച്ചു തീരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പാവും. അതിലെ പരാജയം കൂടി മനസ്സിലാക്കി അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടിയെ പിന്നുണ്ടാവില്ല. കേരളത്തിൽ പോലും ഒരു ചെങ്കൊടിയും ഇനി ഉയരില്ല.